ലോൺ ആപ്പുകൾ എടുക്കേണ്ടി വരുന്നത് ആരാണ്? ഒരു സംശയമില്ലാതെ പറയാം, ഈ പിന്നാക്കാവസ്ഥയിലുള്ള ഏറ്റവും ദരിദ്രാവസ്ഥയിലുള്ള ദളിതരും അതിപിന്നോക്കക്കാരുമായിട്ടുള്ള ആളുകൾ തന്നെയാണ് ലോൺ ആപ്പുകളിൽ ഏറ്റവും അധികം കുടുങ്ങുക. എന്താ, വേറൊരു നിവൃത്തിയില്ല. എവിടെയെങ്കിലും പോയി കടം വാങ്ങാൻ പറ്റുന്ന, ഓക്കെ ഇവന് കടം കൊടുത്താൽ ഇവൻ തിരിച്ചു തരുമെന്ന് തോന്നി കടം കൊടുക്കാവുന്ന ഒരവസ്ഥ പോലും ഇല്ലാത്ത ദാരിദ്ര്യാവസ്ഥയിൽ നിൽക്കുന്ന ഒരാളാണ് ലോൺ ആപ്പിൽ നിന്ന് കടമെടുക്കുക. ആ കടമെടുക്കുന്ന ആളെ എങ്ങനെ വരിച്ചു കൊടുക്കുക? അതായത് ദരിദ്രനെ ചൂഷണം ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ ലോൺ ആപ്പുകൾ എന്ന് പറയുന്നത്. ഈ പുതിയ സോഷ്യൽ മീഡിയ കാലത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന വാട്സാപ്പിലൂടെയൊക്കെ വരുന്ന ലോൺ ആപ്പുകൾ പഴയ ഈ കന്നുവെട്ടിക്കാരെന്ന് വിളിക്കുന്ന കക്ഷികളുണ്ടല്ലോ, അവരെക്കാൾ ക്രൂരരാണ്. അപ്പോൾ അതിനേക്കാൾ ക്രൂരരാണ്. മാത്രമല്ല, ഇത് ഒരു ഒറ്റയടിക്ക് ഒരു സമൂഹത്തിന് മുന്നിൽ സമ്പൂർണ്ണമായി നശിപ്പിച്ചു കളയും. അവരുടെയൊക്കെ സ്ട്രാറ്റജി ഇതാണ്, കടം വാങ്ങിച്ചിട്ട് നീ തിരിച്ചു തന്നില്ലല്ലോ എന്നുള്ളതാണല്ലോ. കടം വാങ്ങുന്നവൻ അവൻ്റെ ദാരിദ്ര്യാവസ്ഥ എത്ര തന്നെ ഭീകരമാണെങ്കിലും അവൻ നിരന്തരം അപമാനിതനാകുന്നത് അവൻ്റെ കുഴപ്പം കൊണ്ടെന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണം നേരിട്ട് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതാണ് ഇവിടെ സംഭവിക്കുക. കാരണം ഇവൻ്റെ ഈ സാധാരണ പലപ്പോഴും ഈ ലോൺ എടുക്കുന്നതിന് വേണ്ടിയുള്ള ഈ ആപ്പിൽ ആ അപേക്ഷ കൊടുക്കുമ്പോൾ തന്നെ ഈ കോണ്ടാക്റ്റ് മിക്കവാറും ഷെയർ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ആ ഷെയർ ചെയ്യപ്പെടുന്ന കോണ്ടാക്റ്റിലുള്ള പലരെയും ഇതുപോലെ വിളിച്ചിട്ടുണ്ട്. ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ, എനിക്കൊരു കോൾ വന്നിട്ടുണ്ട് ഒരിക്കൽ. കാരണം എനിക്ക് ഒരു ബന്ധമില്ലാത്ത ഒരാളാണ്, പക്ഷേ ഈ അയാളുടെ കോണ്ടാക്ട് ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടാവും. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ഇയാൾ പൈസ കൊടുത്തിട്ടില്ല എന്നുള്ളത് ആരോ വിളിച്ചു പറയുകയാണ്. അപ്പോൾ അപമാനിക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ പല തരക്കാരുണ്ടല്ലോ ഒരാളുടെ കോണ്ടാക്ട് ലിസ്റ്റിൽ, അവരെല്ലാവരെയും വിളിച്ചു പറഞ്ഞ് അപമാനിക്കുക. ഇതിപ്പോൾ ഈ കുട്ടിയുടെ കോളേജിലെ അധ്യാപികയ്ക്ക് ഒരു കോൾ വരിക എന്നൊക്കെ പറയുന്നത് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ എല്ലാ കാലത്തും അധ്യാപകർ, ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ചില സ്ഥാനാർത്ഥികൾ അവരുടെ അധ്യാപകർ ഇങ്ങനെ വിശന്ന് നിന്നപ്പോൾ ഭക്ഷണം മേടിച്ച് കൊടുത്തിട്ടുള്ള കഥയൊക്കെ പറയുന്നത് ഞാനിങ്ങനെ കേൾക്കുമായിരുന്നു. അപ്പോൾ അതായത് എല്ലാ കാലത്തും അധ്യാപകർ അങ്ങനെ കൈപിടിച്ച് കൊണ്ടുവരുന്ന അധ്യാപകരുണ്ട്. ഇതൊക്കെ ഏതോ വിവരദോഷിയാണ്. ഇയാളെന്നോ അധ്യാപകനായിട്ട് വെച്ചു പൊറപ്പിക്കാൻ കഴിയില്ല. കേരളീയ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഒട്ടും കഴിയാത്ത ആളുകളാണ്. പിന്നെ ഈ മർദ്ദനമുറകളുടെ കാര്യം പറഞ്ഞില്ലേ, ഇത് കേരളത്തിന് പുറത്ത് പല സ്ഥാപനങ്ങളിലും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും നിരന്തരം നടക്കുന്നതാണ്. കേരളത്തിൽ സാധാരണ ഇല്ലാത്തതാണ്. ഇപ്പോൾ അത് നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കോളേജ് വിട്ട് വന്ന് കുറേ കാലമായതുകൊണ്ട് നമ്മളിപ്പം ഞെട്ടലോടെ തിരിച്ചറിയുകയാണ്. ഈ കോളേജുകൾ ക്യാമ്പസുകളിൽ ഇതൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത്, തലക്കടിക്കുക എന്നൊക്കെ കേരളം വിട്ടു പോയാൽ പല സംസ്ഥാനങ്ങളിലും പോയാൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ കാണുന്ന സംഗതികളാണ്. നമ്മളൊന്നും പഠിക്കുന്ന സമയത്ത് ഇതൊന്നും ആലോചിക്കാൻ പോലും പറ്റില്ല, ചിന്തിക്കാൻ പോലും പറ്റില്ല. ഏതെങ്കിലും ക്യാമ്പസിൽ, അത് ഞാനിത് നമ്മൾ ആവർത്തിച്ച് പറയാൻ കാരണം, ഇത് കാണുന്ന ഏതെങ്കിലുമൊക്കെ കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ തിരിഞ്ഞു നിന്ന് ചോദ്യം ഇതിന് ചോദ്യം ചെയ്ത ആളാണ്. പക്ഷേ അതിനപ്പുറത്ത് അവഹേളനമാണ് അയാൾക്ക് നേരിടേണ്ടി വന്നതെന്നുള്ളതുകൊണ്ടാണ് ഇത്തരം അധ്യാപകരെ വെച്ച് ഉറപ്പിക്കരുത്. കാരണം ഈ വിദ്യാർത്ഥികൾ ഇതൊന്നും ഈ പീഡനം ഏറ്റുവാങ്ങേണ്ടവരല്ല വിദ്യാർത്ഥികൾ.